ആദായ നികുതി പരിധിയിൽ മാറ്റം വരുത്താതെ ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 6ാം ബജറ്റ് വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിക്കാതെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞായിരുന്നു ധനമന്ത്രിയുടെ ബജറ്റ് അവതരണം. ജനങ്ങൾ ഭരണ തുടർച്ച നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും കടന്നുപോയത് മാറ്റങ്ങളുടെ വർഷങ്ങളായിരുന്നുവെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. 5 വർഷം കൊണ്ട് 2 കോടി വീടുകൾ നിർമ്മിക്കും. 1 കോടി വീടുകളിൽ റൂഫ് ടോപ്പ് സോളാർ പദ്ധതി നടപ്പിലാക്കും. ഈ വീടുകൾക്ക് 300 യൂണിറ്റ് വൈദ്യുതി സൗജന്യമാക്കുമെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. വിനോദസഞ്ചാര മേഖലയ്ക്ക് G20 ഊർജ്ജമായി എന്നും ലക്ഷദ്വീപ് അടക്കമുള്ള മേഖലകൾ വികസിപ്പിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. അടിസ്ഥാന സൗകര്യ വികസനത്തിന് 11.11 ലക്ഷം കോടി പ്രഖ്യാപിച്ച ധനമന്ത്രി 3 റെയിൽ ഇടനാഴി തുറക്കും. 40,000 കോച്ചുകൾ വന്ദേ ഭാരത് ട്രെയിനുകളുടെ നിലവാരത്തിലാക്കുമെന്നും പ്രഖ്യാപിച്ചു. പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കുന്നത് തുടരുമെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. The outlay for the next year is being increased by 11.1% to 11,11,111 crore rupees. 3 major economic railway corridor programs will be implemented. These 3 economic corridor programs will accelerate our GDP growth and reduce logistic costs. 40,000 normal rail bogies will be converted to Vande Bharat standards. Expansion of existing airports and development of new airports will continue expeditiously. നമ്മളോടൊപ്പം തത്സമയം അതിഥികൾ കൂടി ചേരുകയാണ്. ശ്രീ എം ആരിഫ് CPM-ൽ നിന്ന്, ശ്രീ KS ശബരിനാഥൻ കോൺഗ്രസിൽ നിന്ന്, ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ BJP-യിൽ നിന്നൊപ്പം സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ BA പ്രകാശ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, എന്താണ് മോദിയുടെ ഗ്യാരണ്ടി ഇടക്കാല ബജറ്റിലൂടെ? അത് വളരെ വ്യക്തമായിട്ട് നിർമ്മലാ സീതാരാമൻ തൻ്റെ ഭാഷണത്തിലൂടെയും വസ്തുതകൾ നിരത്തിയും ചൂണ്ടിക്കാണിച്ചുവല്ലോ മാധു. 2014 നിന്നും 10 വർഷം എടുക്കുമ്പോഴുണ്ടാകുന്ന ഭാരതത്തിൻ്റെ അവസ്ഥയും 2024 ഭാരതത്തിൻ്റെ ചിത്രവും തമ്മിലുള്ള വളരെ കൃത്യവും സുവ്യക്തവുമായ കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. മാത്രമല്ല നമ്മുടെ മുമ്പിലുള്ളത് എന്താണ്? ഇക്കാലം അത്രയും ചെപ്പടി വിദ്യകൾ കൊണ്ട് ആളുകളെ വഞ്ചിച്ച് താൽക്കാലിക ലാഭത്തിനു വേണ്ടി, വോട്ടിനു വേണ്ടി ആളുകളെ ചതിച്ചിരുന്ന ഒരു സംസ്ഥാനത്ത് നിന്നും ഇപ്പോൾ കിറ്റ് വാങ്ങി തിന്നതിൻ്റെയും പഴയ നമ്മുടെ എന്താ പറയുക തൊഴിലില്ലായ്മ വേതനത്തിൻ്റെയും അധ്യാപകരുടെ പാക്കേജിൻ്റെയും ഒക്കെ ഓർമ്മകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ തട്ടിപ്പിന് വേണ്ടിയുള്ള ഇടക്കാലത്തിനപ്പുറത്തേക്ക് വളരെ കൃത്യവും വളരെ സുവ്യക്തവും വസ്തുതാപരവും ആയിട്ടുള്ള ഒരു ബജറ്റ് ഇന്ന് അവതരിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ അസ്വസ്ഥ 4 വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കൾ, കർഷകർ, പാവപ്പെട്ടവർ, ഈ മേഖലയിൽപ്പെട്ട ഈ ആളുകളെ മുഴുവൻ തന്നെ, സ്ത്രീകൾ, ഈ വിഭാഗത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് 2047 ലോകത്തിലെ നമ്പർ 1 സമ്പദ് വ്യവസ്ഥയാകുന്നതിനുള്ള കഴിഞ്ഞ 10 വർഷം കൊണ്ട് അടിത്തറ പാകിയ പ്രവർത്തനങ്ങൾ തുടർന്നും ആരധികാരത്തിൽ വന്നാലും അവർക്ക് തുടർന്ന് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള അടിത്തറവാകുന്ന ഒരു ഇടക്കാല ബജറ്റിന് ധനമന്ത്രി രൂപം നൽകിയിരിക്കുന്നു. മാധു തന്നെ ചൂണ്ടിക്കാണിച്ചു സമഗ്ര മേഖലയ്ക്കുമുള്ള പ്രാധാന്യം. 4 കോടിയോളം അല്ലെങ്കിൽ 3 കോടിയോളം വീടുകൾ, തൊഴിലവസരങ്ങൾ ഏതാണ്ട് ഇരട്ടിയാക്കാനുള്ള പദ്ധതി, കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ളത്, പെർ ക്യാപിറ്റ ഇൻകത്തിലുണ്ടാകുന്ന വർധനവ്, അതോടൊപ്പം സുശക്തമായ സമ്പദ് വ്യവസ്ഥ. കോവിഡിനും യുക്രൈൻ യുദ്ധത്തിനുമൊക്കെ ലോകരാജ്യങ്ങൾ പകച്ചു നിന്നപ്പോഴും, കോവിഡ് മഹാമാരിക്കാലത്ത് ലോകം പകച്ചു നിന്നപ്പോഴും ആ മേഖലയിലൊക്കെ സുസ്ഥിര വികസനവുമായി മുൻപോട്ട് കൊണ്ടുപോയത് ശക്തമായി തുടരാനുള്ള അടിത്തറയാണ് ഈ ഇടക്കാല ബജറ്റ് മുൻപോട്ട് വയ്ക്കുന്നത്. ഓക്കെ, ശരി. ശ്രീ K ശബരിനാഥൻ, എന്താണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് നമ്മൾ ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്ററോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ആ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തൊക്കെ ഇവിടെ നടന്നു പോയ വർഷത്തിന് മുൻപ് എന്നുള്ളതാണ്. അതായത് 2014 ശേഷം രാജ്യത്തെ എങ്ങനെ BJP സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നത് ഇതൊരു റിപ്പോർട്ട് കാർഡായിരുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രഖ്യാപനം. സാധാരണഗതിയിൽ ഒരു ഇടക്കാല ബജറ്റ് എന്ന് പറയുന്നത് ഒരു പ്രകടന പത്രികയുടെ സ്വഭാവത്തോടു കൂടിയാണ് സർക്കാരുകൾ പുറത്തിറക്കാതെ. അങ്ങനെയല്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജനങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമുണ്ട്, ഇതിൻ്റെ ഒരു തുടർച്ചയാണ് ജനങ്ങൾ താല്പര്യപ്പെടുന്നത് എന്നുള്ള കടുത്ത ആത്മവിശ്വാസം ഈ ബജറ്റിലും ബജറ്റ് പ്രസംഗത്തിലും ദൃശ്യമാണ്. പ്രതിപക്ഷം എങ്ങനെ കാണുന്നു അതിനെ? ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു വോട്ട് ഓൺ അക്കൗണ്ടാണ്, ഇടക്കാല ബഡ്ജറ്റാണ്. അടുത്തൊരു 3 മാസത്തേക്ക് സർക്കാരിന് മുന്നോട്ട് പോകുവാനുള്ള ധനം കരുതി വെക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം മാത്രമേ ഒരു ഇൻ്ററിം ബഡ്ജറ്റിനുള്ളൂ. പക്ഷേ BJP കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്നത് കൊണ്ട് അവരുടെ രാഷ്ട്രീയവും അവരുടെ കാഴ്ചപ്പാടും പറയുവാൻ ഈ ബഡ്ജറ്റിനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്.
പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ബി ജെ പിയിലെ ആളുകൾ സംസാരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സംസാരിക്കുന്ന പോലെ വലിയ വാചക കസരത്തുകൾ നടത്തുന്നതല്ലാതെ നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച ബി ജെ പി പ്രതിനിധി പറഞ്ഞ എല്ലാ വിഭാഗങ്ങൾക്കും, അത് യുവാക്കളാകട്ടെ, അത് വനിതകളാവട്ടെ, അത് കർഷകരാവട്ടെ, എല്ലാവരുടെയും ജീവിതം 2014 മോശപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഞാൻ ഒരു കണക്ക് മാത്രം പറയാം. ഈ കോവിഡ് കഴിഞ്ഞും GST കഴിഞ്ഞും അല്ലെങ്കിൽ നിങ്ങൾ UPA സർക്കാരിൻ്റെ സമയത്തേക്കാളും ഏറ്റവും കൂടുതൽ റൂറൽ അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള ഒരു കാലഘട്ടമില്ലേ? ഏറ്റവും കൂടുതൽ യുവാക്കൾക്കിടയിൽ അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള കാലഘട്ടമില്ലേ? ഏറ്റവും കുറവ് വനിതകൾ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ നടത്തുന്ന ഒരു കാലഘട്ടമല്ലേ? എന്നു മാത്രമല്ല, നിങ്ങൾ പറയുന്ന വലിയ വലിയ ഘോരം പറയുന്ന അന്താരാഷ്ട്ര കണക്കുകൾ. ഇന്ന് എന്താണ് ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത്? FDI എന്ന് വെച്ചാൽ വിദേശ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്ന തോതാണ്. അതിന് ഫസ്റ്റ് ഡെവലപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ, നല്ലൊരു പേര് ബഹുമാനപ്പെട്ട മന്ത്രി കൊടുത്തു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ സംസാരിക്കുന്ന ഈ വർഷം ഇന്ത്യയിലുള്ള FDI ഫ്ലോയും കുറഞ്ഞിരിക്കുകയാണ്. 2021-ലും 2022-ലും ഉണ്ടായിരുന്ന FDI ഫ്ലോയേക്കാൾ ഒരു 15% ഇന്ത്യയിലേക്ക് വിദേശ രാജ്യങ്ങളുടെ പണം വരുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുണ്ട്, സത്യമാണ്. അത് പക്ഷേ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 10 വർഷം കൊണ്ട് മാത്രമല്ല, 91 ശേഷം സ്റ്റഡിയായിട്ടുള്ള ഒരു സാമ്പത്തിക വളർച്ച ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. UPA ഭരണകാലത്തുണ്ടായിരുന്ന ഒരു ആവറേജ് ഗ്രോത്ത് റേറ്റ് തന്നെ ഇപ്പോൾ BJPയുടെ സമയത്ത് ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുമുണ്ട്. പക്ഷേ എവിടെയാണ് വ്യത്യാസം? UPA ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ സാമ്പത്തിക വളർച്ച താഴെ തട്ടിലുള്ള ആളുകൾ കൂടി ഗുണം കിട്ടുമായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഏറ്റവും കൂടുതൽ അസമത്വമുള്ള നാടായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഈ സാമ്പത്തിക വളർച്ചയുടെ ഗുണം ലഭിക്കുന്നത് കയ്യിൽ പണമുള്ള കോടീശ്വരരായിട്ടുള്ള, അതിനേക്കാളും വലിയ കോടീശ്വരരായി മാറുന്ന ഒരു കൂട്ടം ആളുകൾക്ക് മാത്രമാണ്. ഓക്സ്ഫാം റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ 1% ആളുകളുടെ കയ്യിൽ ഈ രാജ്യത്തിൻ്റെ 40% സമ്പത്തുണ്ട്. ഏറ്റവും താഴെയുള്ള 50% ആളുകളുടെ കയ്യിൽ വെറും 3% സമ്പത്താണ്. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഗുണം കൂട്ടുന്നത് ഇവിടെ പണക്കാരാണ്. പണക്കാരുടെ എണ്ണം കൂടിയിരിക്കുന്നു. തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. ബില്യണേഴ്സിൻ്റെ എണ്ണം കൂടിയിരിക്കുന്നു. സർക്കാരിനെ സഹായിക്കുന്ന കമ്പനികളുടെ എണ്ണം കൂടിയിരിക്കുന്നു. അപ്പോൾ BJP ആളുകൾ പറയുന്നത് പോലെ താഴെ തട്ടിൽ ഈ പറഞ്ഞ സാമ്പത്തിക വളർച്ച 10 വർഷമായിട്ടുണ്ടായിരുന്ന വളർച്ചയുടെ ഗുണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ ഹങ്കർ ഇൻഡെക്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ സ്ഥാനം 102ആണ്. പണ്ട് UPA ഉള്ള സമയത്ത് ഒരേ സമയം നമ്മൾ ബിസിനസ്സുകൾക്ക് വളരുവാനുള്ള അവസരം കൊടുത്തു. അതേസമയം സാമൂഹ്യ നീതിക്കുള്ള പദ്ധതികൾ നമ്മൾ ശക്തമായി നടത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് UPAയുടെ സമയത്ത് ഏകദേശം 27 കോടി ആളുകളെ നമുക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കാൻ കഴിഞ്ഞത്. അന്ന് UPA ഉള്ള സമയത്ത് തൊഴിലുറപ്പ് പദ്ധതി പോലത്തെ പദ്ധതികൾ കൊണ്ടുവന്നു. ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ സ്പെൻഡിങ് പോലും കഴിഞ്ഞ വർഷം കുറച്ച് ഈ വർഷം കൂട്ടിയിട്ടുണ്ടെങ്കിലും അത് ഏകദേശം സമാസമമായിട്ടിരിക്കുകയാണ്. ഫെർട്ടിലൈസർ സബ്സിഡികൾ കുറച്ചു, ഇവിടെ ആരോഗ്യ മേഖലയ്ക്കുള്ള സബ്സിഡി കുറച്ചു, ഇവിടെ വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള പണം കുറച്ചു. അപ്പോൾ UPA സമയത്ത് അതൊരു സമത്വത്തിന് വേണ്ടിയുള്ള വളർച്ചയായിരുന്നെങ്കിൽ ഇപ്പോൾ പണക്കാരെ മാത്രം സഹായിക്കുന്നത്. ആ പണക്കാരിൽ പോലും ഒരു പിടിയിലുള്ള ഈ കമ്പനികൾ പോലും നോക്കുകയാണ്. ഇതിനോട് പറഞ്ഞാൽ നിർത്താം. കോർപ്പറേറ്റ് കമ്പനികളിൽ പോലും നോക്കുകയാണെങ്കിൽ സർക്കാരിനെ സഹായിക്കുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന, ഇൻഫ്രാസ്ട്രക്ചറിൽ അടിസ്ഥാന സൗകര്യ വികസനം നടത്തുന്ന വലിയ കമ്പനികൾ ഗുണമുണ്ട്. അവിടെ ജീവനക്കാർക്ക് ഗുണമില്ല. നമ്മൾ താഴോട്ട് പോവുകയാണെങ്കിൽ കൺസ്യൂമർ ഗുഡ്സ് അടക്കമുള്ള കമ്പനികൾക്ക് അത്ര ഗുണം കിട്ടുന്നില്ല. നമ്മൾ ഏറ്റവും താഴെ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന, വർക്ക് ചെയ്യുന്ന നമ്മുടെ സൂക്ഷ്മ ചെറുകിട MSME മേഖലയൊക്കെ തകർന്നിരിക്കുകയാണ്. അപ്പോൾ ഗുണം കിട്ടുന്നത് കയ്യിൽ പണമുള്ള, സർക്കാരായിട്ട് ബന്ധമുള്ള കുറച്ച് 1% ആളുകൾക്ക് മാത്രം ഗുണമുണ്ടാകുന്ന ഒരു ബഡ്ജറ്റിൻ്റെ ഒരു തുടർച്ചയാണ്. എന്തായാലും പറഞ്ഞ പല പദ്ധതികളുമൊക്കെ നമുക്ക് പഴയതിൻ്റെ റീഹാഷ് തന്നെയാണ്. എന്തായാലും ഒരു ഫുൾ ബഡ്ജറ്റ് അല്ലാത്തത് കൊണ്ട് അതിലേക്ക് കൂടുതൽ പരാമർശം നടത്തുന്നില്ല. പക്ഷെ BJPയുടെ നയങ്ങൾ സഹായിച്ചിട്ടുള്ളത് പണക്കാരെ. ഇടക്കാല ബജറ്റ് ഇങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നുള്ളതാണ് ശ്രീ K. ശബരിനാഥൻ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അങ്ങനെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്നത് പ്രധാനമാണ്. ഒന്നാം മോദി സർക്കാരിന്റെ അവസാനം പോലും വലിയ പ്രൊജക്ടുകൾ, ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രകടന പത്രികയുടെ സ്വഭാവത്തോടു കൂടി ഈ സർക്കാരിനെ നിങ്ങൾ എന്തിനു വീണ്ടും തിരഞ്ഞെടുക്കണം, അങ്ങനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ എന്തു നൽകാൻ ഉദ്ദേശിക്കുന്നു എന്നതിന്റെ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം എന്ന രീതിയിലാണ് സർക്കാർ ബജറ്റ് പ്രഖ്യാപനത്തെ ഒരു പ്രസംഗ രൂപേണ ഉപയോഗിക്കാറ്. അങ്ങനെയൊന്നുമില്ല. 58 മിനിറ്റ് കൊണ്ട് ഏറെക്കുറെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന ഒരു പ്രതീതിയോടുകൂടിയാണ് നിർമ്മലാ സീതാരാമൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇതിന്റെ ഒന്നിന്റെയും ആവശ്യമില്ല എന്ന തുറന്ന പ്രഖ്യാപനമായി അതുകൊണ്ടാണ് ഈ ബജറ്റ് പ്രസംഗത്തെ വിശദീകരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ കേരളത്തെക്കുറിച്ച് കൂടി നമ്മൾ പറയണമല്ലോ. നമുക്ക് എന്തു കിട്ടി ഈ ബജറ്റിൽ എന്നുള്ളതാണ് നമ്മൾ കരുതേണ്ടത്. ഒന്ന്, ബഹുമാനിയായ ധനമന്ത്രി അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിലെ അവരുടെ പ്രത്യാശകളും വീണ്ടും ഞാൻ അവതരിപ്പിക്കാൻ വരും എന്ന സൂചന നൽകുന്ന സമീപനങ്ങളും
ഇതൊന്നുമില്ലാതെ തന്നെ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള ധാർഷ്ട്യവും അഹങ്കാരവും അമിതവിശ്വാസവും ഒക്കെ പ്രതിഫലിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ശ്രീ ജയചന്ദ്രൻ അദ്ദേഹം വികസിത ഭാരതത്തിൻ്റെ അടിത്തറ പാകി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള നെറ്റ് റിസൾട്ട് ഒന്ന് നോക്കണം എന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. ഇപ്പോൾ ഈ വർഷം നമ്മുടെ ഇൻട്രീം ബഡ്ജറ്റ് ആയതുകൊണ്ട് എക്കണോമിക് സർവേ വന്നില്ല. എക്കണോമിക് സർവേ കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം ഞങ്ങൾക്കൊക്കെ ലഭിച്ചു പാർലമെൻറ്റ്. ഈ 10 കൊല്ലത്തെ ഭരണ നേട്ടത്തിൻ്റെ ആകെത്തുകയിൽ 8-ാം വർഷമാണ് കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം എന്ന് പറയുന്നത്. ആ 8-ാം വർഷത്തിലെ നെറ്റ് റിസൾട്ട് എന്താണ്? രാജ്യം സ്വാതന്ത്ര്യം നേടിയതിൻ്റെ പിന്നിലെ 45 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ് എക്കണോമിക് സർവേ ചൂണ്ടിക്കാണിച്ചത്. ഞാൻ ഫാക്റ്റാണ് പറയുന്നത്. നമ്മൾ വെറുതെ ആലങ്കാരികമായി പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. എക്കണോമിക് സർവേ പറയുന്നു 45 വർഷക്കാലത്ത് ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ് എന്ന്. പാർലമെൻറ്റിൽ കഴിഞ്ഞ അങ്ങേ സെഷനിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് 58,000 കർഷകർ ഇന്ത്യയിലാകെ തന്നെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ആത്മഹത്യ ചെയ്തു എന്ന കണക്ക് എനിക്ക് കൃഷിക്കാർ ആത്മഹത്യ ചെയ്തു എന്നതിൻ്റെ കണക്ക് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പാർലമെൻറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സാണ്. ഞാൻ പറയുന്നത് ഈ ഊതിപ്പെരിപ്പിച്ച അവകാശവാദങ്ങളല്ല നമ്മൾ റിയാലിറ്റി എന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ നോട്ടത്തിൽ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ വീക്ഷണത്തിൽ ഈ വലിയ പെരുമ്പറ കൊട്ടിയ വലിയ അവകാശവാദങ്ങളോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന നിലയിലേക്ക് പറയാൻ ഉള്ള ആത്മവിശ്വാസം കിട്ടാതെ പോകുന്ന എനിക്ക് തോന്നുന്നു സാമ്പത്തികമായി ഇന്ത്യയുടെ സ്ഥിതി അത്ര മെച്ചമല്ല. സാമ്പത്തികമായ സ്ഥിതി മെച്ചമല്ലെന്ന് മാത്രമല്ല, ഈ അവസ്ഥയിൽ നിന്ന് ഇത് വന്നാൽ കൂടുതൽ തങ്ങൾ അധികാരത്തിലേക്ക് വന്നാൽ വലിയ ഷോക്ക് ജനങ്ങൾക്ക് വരാനിരിക്കുന്നു എന്നതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇനി കേരളത്തിന് എന്ത് കിട്ടി എന്നുള്ളത് ബഹുമാനപ്പെട്ട ശ്രീ മുരളീധരനോടാണ് അതിന് ചോദ്യം ചോദിക്കേണ്ടത്. കാര്യം മന്ത്രി അദ്ദേഹം എന്താണെന്നുള്ള സ്പെസിഫിക്കായി സംസ്ഥാനത്തിന് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള ബഡ്ജറ്റിൻ്റെ ഇതുവരെയുള്ള അതിൻ്റെ ഇൻറ്റേർണൽ ഇത് വെച്ച് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും പ്രത്യക്ഷത്തിലൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഈ പ്രോജക്റ്റുകളിൽ ഈ 5 ഇൻ്റഗ്രേറ്റഡ് അക്വാ പാർക്കോ അല്ലെങ്കിൽ ഇടനാഴിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേരളത്തിന് പ്രത്യേക വല്ലതും വരാനുണ്ടോ എന്ന് ഇനി വിശദാംശങ്ങൾ നോക്കിയാലേ പറയാൻ കഴിയത്തുള്ളൂ. പക്ഷേ അറ്റ് പ്രസൻറ്റ് കേരളത്തിനൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. കേരളത്തിന് വലിയ സന്തോഷം തോന്നുന്ന ബഡ്ജറ്റെന്ന് അദ്ദേഹം കയറി പ്രഖ്യാപിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ കഴിയത്തില്ല. കേരളത്തിനുള്ള എല്ലാം മുടക്കിയതിൻ്റെ സന്തോഷമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നതെങ്കിൽ ഓക്കെ. അതല്ല, കേരളത്തിന് കിട്ടിയതിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഇതുവരെ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. ഇനി ഈ പറയപ്പെടുന്ന വിവിധ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിൻ്റെ നവീകരണമോ അല്ലെങ്കിൽ ഇടനാഴികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യമോ ഒക്കെ പറഞ്ഞിട്ടുള്ളതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം കേരളത്തിന് വല്ലതും കിട്ടിയെന്നുണ്ടെങ്കിൽ അപ്പോൾ പറയാം. പക്ഷേ അറ്റ് പ്രസൻറ്റ് നമുക്കിപ്പോൾ അഭിമാനകരമായി പറയാൻ കഴിയുന്ന ഒന്നും തന്നെ കാണുന്നുമില്ല. അപ്പോൾ ഫലത്തിൽ ഇത് നിരാശാജനകമെന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും പറയാൻ കഴിയത്തില്ല. ഇത് അമിത ആത്മവിശ്വാസവും അല്പം ധാർഷ്ട്യത്തോടും കൂടിയും അവതരിപ്പിക്കപ്പെട്ട ഒന്ന്. കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾ കരുതിയിരുന്നോണം സാമ്പത്തിക നില പറയുന്നത് പോലെ IMF അല്ല മറ്റ് വേൾഡ് ബാങ്കോ ഒക്കെ ഇവരെ പ്രകീർത്തിച്ച് പറയുന്നത് പോലെയല്ല. അതിൻ്റെ അടിസ്ഥാന നിര ലക്ഷക്കണക്കിന് 450 ലക്ഷം കോടി രൂപയുടെ വിദേശ കടം കിടക്കുന്ന ഒരു രാജ്യം കൂടിയാണെന്ന് കണ്ടോണം. അപ്പോൾ ആ കടബാധ്യതയിൽ നിന്നുകൊണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല. വരാൻ പോകുന്നത് വലിയ ഷോക്കായിരിക്കും BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്നതുകൂടി കരുതിയിരിക്കണം എന്നതാണ് ഈ ബഡ്ജറ്റിൻ്റെ പ്രഖ്യാപനങ്ങളെ പ്രത്യക്ഷത്തിൽ ഒന്ന് അവലോകനം ചെയ്താൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, ശ്രീ BA പ്രകാശ്, ഈ മിഷൻ 2030 എന്നുള്ളത് 2047 ആകുമ്പോഴേക്കും ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി പരിണമിക്കും എന്ന രീതിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. തുടർച്ചയുള്ള സ്ഥിരതയുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥ എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നതാണോ അതോ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ഒന്നും ചെയ്യാനില്ല എന്ന യാഥാർത്ഥ്യ ബോധത്തിൽ ഊന്നി നിന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണോ ബഡ്ജറ്റിൽ പ്രതിഫലിച്ചത്? അതായത് ഈ ബഡ്ജറ്റ് ഇന്നൊരു ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തു. 2 ദിവസത്തിന് മുമ്പ് ഇന്ത്യൻ എക്കോണമി റിവ്യൂ എന്ന് പറഞ്ഞ് വേറൊരു ഡോക്യുമെൻ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഡോക്യുമെൻറ്റുകളിലും രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷം എത്രത്തോളം വ്യത്യാസം വന്നു, ഇനി അടുത്ത് നമ്മൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെപ്പറ്റി ചില ആശയങ്ങൾ വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ബഡ്ജറ്റിലും അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന
ഒരു നേട്ടമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇന്ത്യ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയൊരു സാമ്പത്തിക ശക്തിയാണ്. ടുഡേ ഇന്ത്യ ഈസ് ദി 5th ലാർജസ്റ്റ് എക്കോണമി ആണ്. ഇനിയിപ്പോൾ അടുത്തൊരു 3 വർഷം കഴിയുമ്പോൾ നമ്മൾ ഏതാണ്ട് 3rd ലാർജസ്റ്റ് എക്കോണമി ആയിട്ട് മാറും. അപ്പോൾ ആ നിലയിലേക്ക് ഉള്ള സാമ്പത്തിക വളർച്ചയുണ്ട്. നമ്മൾ രാജ്യം വളരെ ശക്തമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ആണ് അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് ഫാക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ശരിയാണ്. ഇപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടിലും ഈ തരത്തിലുള്ള കണക്കുകൾ അവർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യ പ്രത്യേകിച്ച് എമർജിങ് മാർക്കറ്റ് എക്കോണമീസിൽ വളരെ വലിയ തോതിൽ വളർന്നു വരുന്ന ഒരു രാജ്യമാണ് എന്നാണ് വേൾഡ് ബാങ്കിൻ്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് ഈ 2 ആഴ്ചയ്ക്ക് മുമ്പ് വന്നിരിക്കുന്ന റിപ്പോർട്ടിലും പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വസ്തുത ശരിയാണ്. അതായത് ഇന്ത്യ ലോകത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ശക്തിയായിട്ട് വളരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഇനി രണ്ടാമതൊരു കാര്യം, ഇന്നത്തെ നമ്മുടെ ബഡ്ജറ്റ് പ്രസൻറ്റേഷനിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നോക്കാം. ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ് മറ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം എടുക്കൂ. ഇന്ത്യയിൽ എത്രത്തോളം ആളുകൾ പോവർട്ടി ലൈന് താഴെയാണ്? ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ചാണ്. അതനുസരിച്ച് ഇന്ത്യയിൽ 2020 20% ആളുകൾ ബിലോ ദി പോവർട്ടി ലൈനാണ്. ബിലോ ദി പോവർട്ടി ലൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള ജനസംഖ്യയുടെ ഏതാണ്ട് 20% ആളുകൾ ബിലോ ദി പോവർട്ടി ലൈനാണ്. പിന്നെ ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന വേറൊരു കണക്കെടുക്കൂ, അണ്ടർ ന്യൂറിഷ്മെൻറ്റ്. നമ്മുടെ 1 വർഷത്തിന് താഴെ പ്രായമുള്ള കുട്ടികളിൽ ഏതാണ്ട് 16% ആളുകൾക്കും അണ്ടർ ന്യൂറിഷ്മെൻ്റാണ്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ വെയർ ഫുഡ് ഇൻടേക്ക് ഈസ് ഇൻസഫീഷ്യൻറ്റ് ടു മീറ്റ് ദ ഡയറ്ററി റിക്വയർമെൻറ്റ്സ്. അത് നോക്കിയാലും നമ്മൾ ഏതാണ്ട് 16% ആളുകൾ വളരെ മോശപ്പെട്ട സ്ഥിതി. പിന്നെ അടുത്ത് വേറൊന്ന് ഒരു ഇൻഡിക്കേറ്റർ എടുത്ത് നോക്കൂ, സ്റ്റണ്ടിങ് ഇൻ ചിൽഡ്രൻ. ഏതാണ്ട് 33% കുട്ടികളും ഈ സ്റ്റണ്ടിങ് ഇൻ ചിൽഡ്രൻ, അതായത് വളർച്ച മുരടിച്ച ചിൽഡ്രൻ എന്നുള്ള ഒരു കാറ്റഗറി വരുന്നതാണ്. അപ്പം ഞാൻ ഈ കണക്കുകളൊക്കെ കാണിക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ള ദാരിദ്ര്യം, അല്ലെങ്കിൽ അണ്ടർ ന്യൂറിഷ്മെൻറ്റ്, അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിത രീതി നിലവാരം വളരെ മോശമായിട്ടുള്ള ഒരു ചിത്രമാണ് ഈ കണക്കുകളൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ബഡ്ജറ്റ് പ്രസൻറ്റേഷനിലോ അതിനെപ്പറ്റി ഒരു മെൻഷനില്ല. അല്ലെങ്കിൽ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂമാണ്. ഇന്ത്യയിലെ ഏതാണ്ട് 20% ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. അവർ വളരെ ദുരിതത്തിലാണ്. അല്ലെങ്കിൽ അവരെ ഈ ദാരിദ്ര്യ രേഖയിൽ നിന്ന് അവരെ കരകയറ്റാനായിട്ട് എന്ത് നടപടികൾ വേണം, അങ്ങനെയുള്ള ഒരു കാര്യവും ഈ ബഡ്ജറ്റ് പ്രസൻറ്റേഷനിൽ ഒരിടത്തും പറയുന്നില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് നടിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഈ ബഡ്ജറ്റ് പ്രസൻറ്റേഷൻ്റെ ഏറ്റവും ഒരു മൈനസ് പോയിൻ്റായിട്ട് ഞാൻ കാണുന്നത്. ശരി ഡോക്ടർ ബി എ പ്രകാശ്, അതായത് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ, യഥാർത്ഥ സാമ്പത്തിക അവസ്ഥയിൽ സാധാരണക്കാരെ എങ്ങനെ ബാധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെ സ്പർശിക്കാതെ ഇന്ത്യയുടെ വികസന മുന്നേറ്റം എന്താണ് സർക്കാരിന് നൽകാൻ കഴിഞ്ഞത് തുടങ്ങിയ അവകാശവാദങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് പ്രഖ്യാപിക്കപ്പെട്ടത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിമർശനം. നമുക്ക് മറ്റതികളിലേക്ക് വരാം. ശ്രീ ആദിക് അശ്വൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരികെ സ്വാഗതം. പ്രേക്ഷകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2-3 പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നതിൽ ഒന്ന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഏതാണ്ട് 11 ലക്ഷം കോടിയുടെ അടങ്കൽ എന്നുള്ളതാണ്. മറ്റൊന്ന് 2 കോടി വീടുകൾ നിർമ്മിച്ചു നൽകും എന്നുള്ളത്. അടുത്ത 5 വർഷത്തേക്ക് 2 കോടി വീടുകൾ നിർമ്മിച്ചു നൽകും എന്നുള്ളതും സാങ്കേതിക പരിജ്ഞാനമുള്ള യുവാക്കൾക്ക് അവരുടെ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള പലിശരഹിത വായ്പ നൽകും എന്നും ഉള്ളതാണ്. ഇതെല്ലാം ഡയറക്റ്റായി മാർക്കറ്റിലേക്ക് പണം ഒഴുക്കാൻ പോകുന്ന പ്രഖ്യാപനങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അടിസ്ഥാനപരമായ ഒരു ചലനം സൃഷ്ടിക്കാൻ പോകുന്നതാണ് എന്ന വിശകലനങ്ങൾ കൂടി വരികയാണ്. ശ്രീ എസ് ആദികേശവൻ, ഇങ്ങനെ ഡയറക്റ്റായി മാർക്കറ്റിലേക്ക്, വിപണിയിലേക്ക്, ആളുകളിലേക്ക് പണം എത്തുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ല കാഴ്ചപ്പാടാണ് ഒരു സാമ്പത്തിക വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം. ബാങ്കിങ് മേഖലയിൽ പക്ഷേ അത്ര കാര്യമായ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല. മറ്റൊന്നെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഇടക്കാല ബജറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ആദായ നികുതി പരിധിയിൽ മാറ്റമില്ലാത്തത്. ധനമന്ത്രി തന്നെ പറഞ്ഞതുപോലെ അടുത്ത സമ്പൂർണ്ണ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അതിലൊരു മാറ്റം എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ടോ? അതായത് ആദായ നികുതിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ബഡ്ജറ്റിലാണ് പ്രധാനപ്പെട്ട ഒരു ദിശാമാറ്റം അല്ലെങ്കിൽ പോളിസി ചേഞ്ച് ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞത്.
അതായത് ഈ എക്സംഷൻസിൽ ഊന്നി നിൽക്കാതെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ടാക്സ് റേറ്റിലേക്ക് മാറുന്ന രീതിയിലേക്ക് കോർപ്പറേഷൻ ടാക്സും കോർപ്പറേറ്റ് ടാക്സും ഇൻകം ടാക്സും കുറച്ചുകൂടി സ്ട്രെയിറ്റ് ഫോർവേഡ് സിമ്പിൾ ഒരു രീതിയിലേക്ക് മാറുന്ന ദിശയിലേക്കാണ് സർക്കാർ നീങ്ങുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞത്. അത് തന്നെയാണ് ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നതും. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ 2-3 വർഷത്തെ നികുതി വരുമാനത്തിൻ്റെ വളർച്ച തോത് നാം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് സർക്കാരിനെ അഭിനന്ദിക്കേണ്ടി വരും. ഈ പറഞ്ഞ ടാക്സ് പിരിച്ചെടുക്കാനായിട്ടുള്ള കഴിവ് ഈ സർക്കാർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് 21-22 ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് 15,40,000 കോടിയായിരുന്നു. ടാക്സ് ആദ്യം ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ പിരിച്ചെടുക്കാൻ ഉദ്ദേശിച്ചത് 15,40,000 കോടിയായിരുന്നെങ്കിൽ ആക്ച്വലി പിരിച്ചെടുത്തത് 18 ലക്ഷം കോടിയായിരുന്നു. 22-23 19,34,000 ആദ്യം ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ അവർ പറഞ്ഞു. വർഷാവസാനം വന്നപ്പോഴത്തേക്കും 21 ലക്ഷം പിരിച്ചെടുത്തു. ഈ വർഷം 23-24 23 ലക്ഷത്തി ചിൽവാനം 23 ലക്ഷം അവർ പറഞ്ഞത് പൂർണ്ണമായിട്ടും അവർക്ക് പിരിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഇന്നലെ വന്ന മാത്തു ശ്രദ്ധിച്ചു കാണും, ജനുവരിയിലെ GST കളക്ഷൻ പോലും 1,70,000 കോടി കഴിഞ്ഞ കുറേ മാസങ്ങളിലെ രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന തുകയായിട്ട് നിൽക്കുന്നു ഈ 1,70,000 കോടി. അപ്പോൾ GST പിരിവ് കാര്യക്ഷമമായിട്ട് നടക്കുന്നു. ഇൻകം ടാക്സ് വ്യക്തികളിൽ നിന്നും കാര്യക്ഷമമായിട്ട് പിരിക്കാൻ സാധിക്കുന്നു. അത് കുറച്ച് സിംപ്ലിഫൈ ചെയ്ത് റാഷണലൈസ് ചെയ്തതോടുകൂടി കോർപ്പറേറ്റ് ടാക്സ് കഴിഞ്ഞ തവണ ഒരു വലിയ ക്രിറ്റിസിസം ഉണ്ടായിരുന്നത് ഈ പുതിയതായിട്ട് തുടങ്ങുന്ന സംരംഭങ്ങൾക്ക് 22% നിന്നും 15% കുറച്ചുകൊണ്ടുള്ള ഒരു ആനുകൂല്യം കോർപ്പറേറ്റ് ടാക്സിൽ കമ്പനികളുടെ ടാക്സിൽ കൊടുക്കുകയുണ്ടായി. അപ്പോൾ വിമർശനം ഉയർന്നു, ഇത് എന്താണ് വൻകിട മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതെന്താണെങ്കിലും ഉദ്ദേശിച്ച രീതിയിലുള്ള വിഭവ സമാഹരണം നികുതി പിരിവ് ഈ ഗവൺമെൻറ്റിന് കാര്യക്ഷമമായിട്ട് നടത്താൻ സാധിക്കുന്നു. പിന്നെ അതിനോടൊപ്പം നേരത്തെ പറഞ്ഞ അടിസ്ഥാന സൗകര്യ മേഖലയിലെ നീക്കിയിരിപ്പും വളരെ സ്വാഗതാർഹമായ ഒരു കാര്യം. 11,11,111 കോടി, അതായത് ശരിക്കും 10 ലക്ഷത്തിൽ നിന്നും 11% കൃത്യമായിട്ടുള്ള ഒരു വർധനവ് വരുത്തിയിട്ടുണ്ട്. അവിടെ വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു കാര്യം തോന്നിയത് 12 ലക്ഷമോ 12.5 ലക്ഷമോ ഒക്കെ ആയിട്ട് ഇത് ഉയർത്തണമായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം 10 ലക്ഷം കോടി നീക്കിയിരുത്തിയപ്പോൾ അതിന് മുമ്പിലത്തെ വർഷം 7.5 ലക്ഷം കോടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏകദേശം 25-30% വരെ വർധനവ്. അതിന് മുമ്പിലത്തെ വർഷം 5.5 ലക്ഷം കോടിയായിരുന്നു. അടിസ്ഥാന സൗകര്യ മേഖലയിലുള്ള നീക്കിയിരിപ്പ് കൂട്ടി വകയിരുത്തിയത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ വളർച്ചാ നിരക്ക് 7% എന്നുള്ള നിലവാരത്തിൽ നിൽക്കുന്നത്. അപ്പോൾ മൊത്തത്തിലൊരു ബേസിക് ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു അപ്രോച്ച് നോക്കുമ്പം അടിസ്ഥാന സൗകര്യ മേഖലയ്ക്കുള്ള ഊന്നൽ, അത് തൊഴിലില്ലായ്മ പരിഹരിക്കും, നമ്മുടെ വികസനത്തിന് ആക്കം കൂട്ടും, വിഭവ സമാഹരണം കാര്യക്ഷമമായിട്ട് നടക്കുന്നു. നേരത്തെ ഇവർ നടത്തിയിട്ടുള്ള ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള നീക്കിയിരിപ്പ് അതേപടി തന്നെ തുടരുന്നതായിട്ട് നമുക്ക് കാണാം. മൻരേഗ പരിപാടിക്ക് സാധാരണ ക്രിറ്റിസിസം വരാറുള്ളത് കഴിഞ്ഞ വർഷത്തെ ആപേക്ഷികമായിട്ട് കുറഞ്ഞ തോതിലുള്ള നീക്കിയിരിപ്പാണ് മൻരേഗയ്ക്ക് വേണ്ടി നടത്തുന്നത്. കഴിഞ്ഞ വർഷം 66,000 കോടിയായിരുന്നെങ്കിൽ ഈ വർഷം എസ്റ്റിമേറ്റഡ് 86,000 കോടിയും അതേ തുക തന്നെയാണ് ഈ 24-25 നീക്കിയിരിപ്പ് 86,000 കോടി തന്നെ മൻരേഗ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി നീക്കിയിരിപ്പ് നടത്തിയിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. അതേപോലെ തന്നെ ആവാസ് യോജന 2 കോടി അധികം വീട് നിർമ്മിക്കുമെന്ന് പറയുമ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജനയ്ക്കുള്ള നീക്കിയിരിപ്പ് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഔട്ട്ലേ ഓൺ മേജർ സ്കീംസിൽ അനക്ഷറിലുണ്ട് ഏകദേശം 30,000 കോടി നീക്കിയിരിപ്പ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇടക്കാല ബഡ്ജറ്റ് ആണെങ്കിൽ കൂടി ദിശാബോധമുള്ള ആത്മവിശ്വാസമുള്ള ഒരേ രീതിയിൽ തന്നെ പുരോഗതിക്ക് വേണ്ടി നീങ്ങുന്ന ഒരു നടപടിക്രമമായിട്ടാണ് ഞാനിതിനെ ആമുഖം എന്നുള്ള നിലയ്ക്ക് കാണാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, വളരെ വിപുലമായ കാഴ്ചപ്പാടോടെ വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഡെവലപ്മെന്റിന് അടിത്തറ പാകുന്ന തരത്തിലുള്ള ഒരു നിക്ഷേപ സാധ്യതകളെ ചൂണ്ടിക്കാണിക്കുന്ന ബജറ്റ് എന്നുള്ളതാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. ഒരിടവേള കൂടി പെട്ടെന്ന് വരാം. എം ആരിഫ് അദ്ദേഹം കൈയുയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങേലേക്ക് വരാം. ഞാൻ ശ്രീ ടി പി ജയേന്ദ്ര മാസ്റ്ററിലേക്ക് പോയതിനു ശേഷം വരാം. ശ്രീ ടി പി ജയേന്ദ്ര മാസ്റ്റർ, ശ്രീ എം ആരിഫ് ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട്. ഈ കൊട്ടിഘോഷിക്കുന്ന പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ പോയ 45 വർഷക്കാലത്തെ ഏറ്റവും കടുത്ത തൊഴിലില്ലായ്മ,
ഏതാണ്ട് 58,000-ഓളം കർഷകർ ആത്മഹത്യ ചെയ്ത സാഹചര്യം ലോക്സഭയിൽ അദ്ദേഹത്തിന് തന്നെ നൽകിയിരിക്കുന്ന ഔദ്യോഗിക വിവരപ്രകാരം ഇങ്ങനെ പല കാര്യങ്ങൾ ഉള്ളപ്പോൾ ഒപ്പം ശ്രീ ബി എ പ്രകാശ് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു, സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാതെ അതിന് പരിഹാരം കാണാൻ കഴിയുന്ന പ്രഖ്യാപനങ്ങളില്ലാതെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു ബജറ്റ് എന്നതടക്കമുള്ള കാര്യങ്ങൾ. ശരിയാണ്, ഇപ്പോൾ പോകുന്നത് എങ്ങനെയോ അത് ജനങ്ങൾക്ക് അത് തന്നെ മതി, അതിന്റെ തുടർച്ച എന്ന ആത്മവിശ്വാസം പ്രതിഫലിക്കുന്നുണ്ടെങ്കിലും അത് മതിയെന്ന് തീരുമാനിക്കേണ്ടത് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ കൂടി ഉൾക്കൊണ്ട് വേണ്ടേ? മധു, അങ്ങനെ പറയുന്നത് ശരിയാണോ? ഇത്രത്തോളം ഈ ആരിഫും നമ്മുടെ ശബരിനാഥുമൊക്കെ കുറേ വർഷങ്ങളായി അവ സ്ഥിരം ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ചില പ്രോഗ്രാമുകളും അൽഗോരിതങ്ങളുമുണ്ട്. അത് ആവർത്തിക്കുന്നു എന്നുള്ളതല്ലേ ഞാൻ ചോദിക്കുന്നത്. ഇവർ പറയുന്നതൊക്കെ ആണെങ്കിൽ മാധു, അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവരുടെ മുന്നണി ജയിക്കില്ലേ? അപ്പോൾ ഇവർക്ക് ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒരു ബജറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കാഴ്ചവെക്കാം. അതുകൊണ്ടായിരിക്കാം നിർമ്മല സീതാരാമൻ അങ്ങനെ കൊടുത്തത്, ഇവർ പറയുന്നതാണെങ്കിൽ. മറിച്ച് ഞാൻ ഇവിടെ പറയുന്നത് മാധു, എന്താ സ്ഥിരം നമ്മൾ കേൾക്കുന്ന ചില വാദങ്ങളുണ്ട്. നോക്കൂ, വിദേശ നിക്ഷേപം കുറഞ്ഞു, ജീവിത നിലവാരം തകർന്നു, ഹങ്കർ ഇൻഡെക്സ് 102, പണക്കാർക്ക് ഗുണം, വിദേശ നിക്ഷേപം കുറഞ്ഞു, നെറ്റ് റിസൾട്ട് നോക്കണം. ഞാൻ വളരെ വിനയത്തോടെ ചോദിക്കുന്നത്, സർ, ഭാരത സർക്കാർ പുറത്തുവിട്ട കണക്കുണ്ട് ശബരിനാഥെ, ഡാറ്റകൾ കളവ് പറയില്ലല്ലോ, ഗവൺമെൻറ് രേഖകൾ. ആരിഫ് ഒരു MP ആണ് അദ്ദേഹം. നിർമ്മല സീതാരാമനും നമ്മുടെ എന്താ പറയുക മുർമുവും രാഷ്ട്രപതിയും പ്രഖ്യാപിച്ചത് കളവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അവിടെ തന്നെ ചോദ്യം ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഈ ചാനലിൽ ചറിയുന്നത് പോലെയല്ല മാധു ഇവരൊന്നും പാർലമെൻറ്റിൽ എത്തുമ്പോൾ പെരുമാറുന്നു. നോക്കൂ ശബരിനാഥെ, നിങ്ങളുടെ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് 45.15 ബില്യൺ ഡോളറായിരുന്നു. നിർമ്മല സീതാരാമൻ ഇന്നേ പറഞ്ഞു അത് ഇരട്ടിയായി. കണക്കെന്താണ്? ഈ വർഷത്തെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 83.6 ബില്യൺ ഡോളർ. ഇവർ പറഞ്ഞതൊരു കളവാണെങ്കിൽ കോൺഗ്രസിൻ്റെ MP-മാർ അതിനകത്തുണ്ടല്ലോ, ഒരു അവകാശ ലംഘന പ്രമേയത്തിന് അവിടെ ചാൻസ് ഉണ്ടായിരുന്നില്ലേ? ഈ കണക്കുകൾ ഞാൻ ചോദിക്കട്ടെ, 45 ഇരട്ടി വളർച്ച ഉണ്ടാകുന്നത്, ഏറെക്കുറെ ഇരട്ടി വളർച്ച ഉണ്ടാകുന്നത് വലിയ എടുത്തു പറയാൻ മാത്രം പോകുന്ന അവകാശവാദമാണോ? 10 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് അവിടെ. മാധു, അതിന്റെ ഒരു 10 കൊല്ലം മുമ്പുള്ള വളർച്ചയും കൂടി നിങ്ങളൊന്ന് കമ്പയർ ചെയ്യും. അതങ്ങ് പറയൂ. വേണ്ട, 60 കൊല്ലം കൊണ്ട് ഇന്ത്യയിലുണ്ടായ വളർച്ച ഇത്രയുണ്ടായിരുന്നു. അവർ പറയട്ടെ, ഡാറ്റ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. പിന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് 1.88 ലക്ഷം കോടിയായിരുന്നു 2014. ഇന്നത് 10.01 കോടിയാണ്. 1.88 നിന്ന് 10.88 ലക്ഷം കോടിയിലേക്കുള്ള വർധനം എത്രയുണ്ടാകും? അതിന് കുറച്ച് മുമ്പ് എത്രയുണ്ടായിരുന്നു? പിന്നെ സ്ഥിരം നമ്മൾ കേൾക്കുന്ന ഒരു വാദമാണ് ഇന്ത്യയുടെ ഹങ്കർ ഇൻഡെക്സ്. അല്ല ശബരിനാഥെ, ഇത് ആരുടേതാണ് ഈ കടലാസ്? ഇവരുടെ ആധികാരികത എന്താണ്? ഇലവാഞ്ചിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയോ? ഇവരുടെ ഇടയിൽ ശ്രീലങ്ക എത്ര സ്ഥാനത്താണ് സർ? ഇപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി തെരുവിലെത്തുന്ന സൊമാലി എത്ര സ്ഥാനത്താണ് സർ? ഇനി ഞാൻ നിങ്ങളെ മാധു ശബരിനാഥനോട് കൂപ്പ് കൈയോടെ പറയുന്നത്, ഇവരുടെ സാമ്പിൾ സ്റ്റഡി എന്താണ്? എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചാണ് ഇവരുടെ ഈ പുറത്തുവിട്ടിരിക്കുന്ന ഇലവാഞ്ചിക്കൽ സൊസൈറ്റിയുടെ ഒക്കെ ലക്ഷ്യം എന്താണ്? ഇനി ശബരിനാഥന് അതിനാണോ വിശ്വാസം? ഞാൻ ഈ കഴിഞ്ഞ 2023 ജൂലൈ 10 നീതി ആയോഗും യുണൈറ്റഡ് നേഷൻസ് റിപ്പോർട്ട് ഓൺ MPI മൾട്ടിപ്പിൾ പോവർട്ടി ഇൻഡെക്സ് പുറത്തുവിട്ടിട്ടുണ്ട്. മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട്, മനോരമയിൽ വന്നിട്ടുണ്ട്. എന്താണ് ശബരിനാഥെ പറയുന്നത്? ഇന്ത്യയിൽ കഴിഞ്ഞ 7 വർഷം കൊണ്ട് 2005-6 64.5 ലക്ഷം കോടിയിൽ നിന്ന് ദാരിദ്ര്യരേഖയുടെ മറികടന്ന് ഏതാണ്ട് 25 കോടി ജനങ്ങൾ മുൻപോട്ട് പോയപ്പോൾ അതിന്ന് 23-ലെത്തുന്നു. 64.5 നിന്ന് 23 കോടിയാകുന്നു. അതിനുശേഷം 18 ജൂലൈയിൽ വീണ്ടും വന്നു നീതി ആയോഗിൻ്റെ റിപ്പോർട്ട്. 24.85 നിന്ന് കുറഞ്ഞ് 19-25 ഏതാണ്ട് 14.9 കോടിയായിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇലവാഞ്ചിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടാണോ ആധികാരികം? യുണൈറ്റഡ് നേഷൻസിൻ്റെയും നീതി ആയോഗിൻ്റെയും റിപ്പോർട്ടുകളാണോ നമ്മുടെ മുമ്പിലുള്ളത്? ഇനി ഞാൻ വീണ്ടും ചോദിക്കും, നിർമ്മല സീതാരാമൻ വെറുതെ പറഞ്ഞതല്ല, അവർ കണക്ക് വെച്ച് പറഞ്ഞു. സമ്പദ് വ്യവസ്ഥയുടെ ദുർബല 5-ൽ നിന്നും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മികച്ച 5-ലെത്തി. കയറ്റുമതി 450 ബില്യൺ ഡോളറിൽ നിന്നും 775 ബില്യൺ ഡോളറായി. ഖാദി ഗ്രാമ വ്യവസായ ഉൽപ്പന്ന വിൽപ്പന 4 ഇരട്ടിയായി. ആദായ നികുതി റിട്ടേണിൻ്റെ എണ്ണം വർദ്ധിച്ചു.
ഇനി തൊഴിലാണ് നമ്മളിപ്പോൾ ആരിഫ് ഒക്കെ ആരിഫ് സാർ അല്ല മാഷേ, ഈ പറയുന്ന എംപിയുടെ റിപ്പോർട്ട് ഇന്ത്യ സോ എ റിമാർക്കബിൾ റിഡക്ഷൻ ഇൻ പോവർട്ടി വിത്തിൻ വിത്ത് 415 million people existing poverty within a span of just 15 years എന്നുണ്ട്. 15 വർഷക്കാലത്ത് ഒരു ആവറേജ് എടുത്തുകൊണ്ടാണ് അത് പറയുന്നത്. അതിൽ തന്നെ പറയുന്നത് ഈ പോവർട്ടിയിൽ നിന്ന് പുറത്തോട്ട് വന്നത് ഏതാണ്ട് മൊത്തം, അതായത് 415 മില്യൺ ജനങ്ങൾ പുറത്തു വന്നതിൽ ഇന്ത്യയുടെ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ 15 വർഷത്തെ ഒരു ഡാറ്റ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. നിങ്ങൾക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അല്ല, ഞാൻ ചോദിക്കുന്നത് വേണ്ട ഡീറ്റെയിൽഡ് കണക്കുകൾ ഇവർ പുറത്തുവിടട്ടെ. 2014 ഇവർ പുറത്തു പോകുമ്പോൾ എത്രയുണ്ട്, ഇറങ്ങിപ്പോകുമ്പോൾ എത്ര. ഇനി ഞാനിപ്പോൾ പറഞ്ഞ കണക്കൊക്കെ 2014 2015 കമ്പാരിസനാണ്. സ്റ്റാർട്ടപ്പുകൾ 2014 ആവറേജ് 100, ഇന്നത് എബവ് 1 lakh. ഇവരിപ്പോൾ തൊഴിലുകളുടെ എണ്ണം കുറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, 100 സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് ആവറേജിൽ നിന്നും 1,00,000 സ്റ്റാർട്ടപ്പിലേക്ക് വരുമ്പോൾ ഞാൻ ശബരിനാഥൻ ചോദിക്കും, ഒരു സ്റ്റാർട്ടപ്പിൽ ഏതാണ്ട് എത്ര തൊഴിൽ കിട്ടിയെന്ന് കണക്കാക്കാം നമുക്ക്? ഗവൺമെൻറ് ഡാറ്റയാണ് സാർ ഞാൻ പറയുന്നത്. കമ്പനി രജിസ്ട്രേഡ് കമ്പനികളുടെ എണ്ണം 2014 പെർ ഇയർ 94,000 ആയിരുന്നു. ഇന്നത് 1,60,60,000 ഒരു കമ്പനിയിൽ ഏതാണ്ട് എത്ര പേർക്ക് തൊഴിൽ കിട്ടും ശബരിനാഥേ? അത് 94,000 നിന്നും 1,60,60,000 ആയിട്ടുണ്ടെങ്കിൽ അവിടെ അതിൻ്റേതായ വർധനവുണ്ടായിരിക്കുമോ? ഇനി വാദത്തിന് വേണ്ടി നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ സമ്മതിച്ചു. ഇതൊക്കെ ആയിരുന്നു ഇന്ത്യയുടെ അവസ്ഥയെങ്കിൽ അവരും ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ അത്ര മണ്ടന്മാരാണോ? പിന്നെ ഇവിടെ എല്ലാവരും പറയുന്ന ഒരു വാദമാണ് അതാണ് ചോദ്യം. അതാണ് ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ തുടർച്ചയായി ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന കണക്കുകളൊക്കെ ശരിയാണ് എങ്കിൽ അടുത്ത ബജറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കാമല്ലോ എന്നുള്ളതാണ്. പറയാൻ സമ്മതിക്കാൻ ഞാൻ പറയാം. ശരി, പെട്ടെന്ന് പറയാൻ സമ്മതിക്കുമെങ്കിൽ ഞാൻ പറയാം, പെട്ടെന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രി കല്യാണ അന്ന യോജന ആർക്കാ കിട്ടുന്നത്? ജലജീവൻ മിഷന്റെ ആനുകൂല്യം ആർക്കാ കിട്ടുന്നത്? ഈ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ആർക്കാ കിട്ടുന്നത്? ഈ രാജ്യത്തെ പാവപ്പെട്ടവനൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്നു. ആശാ വർക്കർമാരുടെ വർധനവ്, ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള പോഷകാഹാരത്തിന്റെ വർധനവ്, സമുദ്ര സമ്പത്ത് യോജനയുടെ വർധനവിലൂടെ ഒരു ഇരട്ടിയാക്കിയിട്ട് മത്സ്യസമ്പത്തിന്റെ കയറ്റുമതിക്ക് രൂപം കൊടുക്കും. ആർക്കാ കിട്ടുന്നത്? ശരി, ഈ പദ്ധതികളെല്ലാം അഭിമാനാർഹമായ തിരിച്ചുവരവിന് മുതൽക്കൂട്ടാക്കുമെന്നുള്ളതാണ് BJPയുടെ കണക്കൂട്ടൽ എന്ന് പറയുന്നത്. ശ്രീ കെ എസ് ശബരിനാഥൻ അങ്ങനെയല്ല എങ്കിൽ BJP ഈ പറയുന്ന പാർലമെന്റിൽ വെച്ച് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവനും കേൾക്കാൻ ഉതകുന്ന തരത്തിൽ നടത്തിയിരിക്കുന്ന ഈ ബജറ്റ് പ്രസംഗം അത് മുഴുവൻ കള്ളമാണ് എങ്കിൽ നിങ്ങൾ പ്രതിപക്ഷ ചേരിക്ക് അടുത്ത ബജറ്റ് അവതരിപ്പിക്കാൻ നിർമ്മലാ സീതാരാമൻ അവകാശപ്പെട്ടതുപോലെ ജൂലൈയിൽ നിർമ്മലാ സീതാരാമൻ പ്രതിപക്ഷ ബെഞ്ചിലിരുന്ന് അത് കേൾക്കും. അത് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും രാഷ്ട്രീയമായ ചോദ്യം എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹം ഈ പറയുന്ന പദ്ധതികളെ കുറിച്ച് പറയുന്നു. ഇപ്പോൾ തന്നെ പറയുന്നു 80 കോടിയിലധികം ജനങ്ങൾക്ക് നൽകുന്ന ഈ ഭക്ഷ്യധാന്യം, ആ പദ്ധതി തുടരുകയാണ്. വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന പദ്ധതിയാണ്. അതുപോലെ തന്നെ വീട്ടിൽ ജലം എത്തിക്കാനുള്ള, വീട്ടിൽ ഗ്യാസ് എത്തിക്കാനുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഈ ബജറ്റ് പ്രസംഗത്തിന്റെ ആമുഖത്തിൽ നിർമ്മലാ സീതാരാമൻ എടുത്തു പറയുന്നുണ്ട്. ഏതൊക്കെ പദ്ധതികൾ ജനങ്ങളെ സ്വാധീനിച്ചോ അതെല്ലാം പറയുന്നുണ്ട്. രാഷ്ട്രീയത്തിനൊപ്പം BJP സർക്കാർ നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷയാണുള്ളത്? ആദ്യമേ തന്നെ ഇപ്പോൾ തന്നെ നിർമ്മലാ സീതാരാമനും BJPക്കാരും പറയുന്ന പോലെ അടുത്ത ബഡ്ജറ്റോ അവതരിപ്പിക്കുന്നുള്ള യാതൊരു വിശ്വാസവും കോൺഗ്രസിനല്ല. ഇതിനേക്കാളും വലിയ അഹങ്കാരത്തിലാണ് 2004 ഇന്ത്യയിലെല്ലാം ശരിയാണ്, എല്ലാവർക്കും പണമുണ്ടെന്ന് പറഞ്ഞ് ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞ ക്യാമ്പയിൻ കൊണ്ടുപോയപ്പോൾ അവസാനം ഒരു ഷൈനിങ്ങും ഇല്ലാതെ ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ BJP വോട്ട് ചെയ്ത് പുറത്താക്കി. അത് തന്നെ വരുന്ന ലോക്സഭാ ഇലക്ഷൻ നടക്കുമെന്നുള്ള ഒരു രാഷ്ട്രീയ മോഹൻ ആദ്യം പറയുകയാണ്. പിന്നെ അദ്ദേഹം ഇവിടുന്ന് ഒത്തിരി ഘോരം പോയിന്റ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ എന്താണ്, FDI കൂടി എന്നാണോ പറയുന്നത്? അങ്ങനെ ഞാൻ ചാലഞ്ച് ചെയ്യുകയാണ്. 2020 നിങ്ങളുടെ സർക്കാർ വന്നിട്ട് FDI ഇൻഫ്ലോ എന്ന് വെച്ചാൽ $74 ബില്യൺ, 2021 $81.9 ബില്യൺ, 2022 $84.8 ബില്യൺ, 2023 $70.9 ബില്യൺ. കഴിഞ്ഞ 3 വർഷമായി ഏകദേശം $15 ബില്യൺ FDI കുറഞ്ഞിരിക്കുകയാണ്. ഞാനത് വായുവിനുണ്ടാക്കുന്ന കണക്കല്ല, ഞാനത് IMFന്റെ കണക്ക് ഞാൻ വേണമെങ്കിൽ സൈറ്റൂടെ പറഞ്ഞു തരാം. അങ്ങേക്കുള്ള പ്രശ്നം BJPക്കാർക്കെല്ലാം ഓരോ ക്യാപ്സ് അത് കിട്ടുന്നതിൽ അവർക്ക് ഇഷ്ടമുള്ള ഓപ്പ് ഇന്ത്യ പോലത്തെ പേജുകളാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷം ഇന്ത്യയുടെ FDI ഇൻഫ്ലോ കുറഞ്ഞിരിക്കുന്നുള്ള പോയിന്റ് ഞാൻ വെല്ലുവിളിക്കുകയാണ്. അവിടെ വാതോരാതിരുന്ന് ഘോരം കള്ളം പറഞ്ഞ ഒന്നും ആവത്തില്ല മാഷേ.
ഇന്ത്യയുടെ 10 FDI കഴിഞ്ഞ 2 വർഷമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ പ്രശ്നമാണെന്നുള്ളത് ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ധർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ 1960 കാര്യം പറയും. ഇന്ത്യയുടെ FDI വന്നു തുടങ്ങി എപ്പോൾ തൊട്ടാണ്? ഇന്ത്യയുടെ മാർക്കറ്റ് ഓപ്പൺ ആയതിനു വന്നു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നതിന് പകരം ഇതിൽ കൂടുതൽ പോകേണ്ടതായിരുന്നു. പക്ഷേ നിങ്ങളുടെ നയങ്ങൾ കാരണം, പ്രശ്നങ്ങൾ കാരണം ഇന്ത്യയുടെ FDI ഇൻഫ്ലോ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടാമത്തെ നിങ്ങൾ പറഞ്ഞു എന്താ മാൽന്യൂട്രീഷൻ്റെ കാര്യം. ഞാൻ ആ മേഖലയിൽ വർക്ക് ചെയ്ത ഒരാളാണ് ഏകദേശം ഒരു 8-10 വർഷം. ഇന്ത്യയിൽ ഈ മാൽന്യൂട്രീഷൻ്റെ ഹങ്കറിൻ്റെ കണക്ക് കൊടുക്കുന്നത് നിങ്ങൾ പറയുന്ന ഒരു ഇവാഞ്ചലിക്കൽ സൊസൈറ്റിയോ പള്ളി കമ്മിറ്റിയോ ഒന്നുമല്ല. അത് കൊടുക്കുന്ന പല ഏജൻസികളുണ്ട്. അതവിടെ ആദികൃഷ്ണൻ സാറിനെ പോലത്തെ വിദ്യാഭ്യാസ വിവരമുള്ള ആളുകളുണ്ട്, പ്രകാശ് സാർ അടക്കമുണ്ട്. ഇവിടെ മാൽന്യൂട്രീഷൻ ഡേറ്റ കൊടുക്കുന്നത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ആണ്. അത് സർക്കാർ നടത്തുന്നതാണ്. NFHS 1 ഉണ്ടായിട്ടുണ്ട്, NFHS 2 ഉണ്ടായിട്ടുണ്ട്, 3 ഉണ്ടായിട്ടുണ്ട്, 4 ഉണ്ടായിട്ടുണ്ട്. ഈ 4ലെ കണക്കുകൾ ചെറിയ മാറ്റമുണ്ടെങ്കിലും കഴിഞ്ഞ 10 വർഷമായിട്ട് ഉണ്ടാകേണ്ട ഒരു ഗ്രോത്ത് റേറ്റ് കുറവുണ്ടായിട്ടില്ല. ഈ സ്റ്റണ്ടിങ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹൈറ്റ് ടു വെയിറ്റ് റേഷ്യോ ആണ്. വേസ്റ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ സ്റ്റണ്ടിങ്ങിൻ്റെയും വേസ്റ്റിങ്ങിൻ്റെയും റേറ്റ് നിങ്ങൾ പറയുന്ന വളർച്ച പോവുകയാണെങ്കിൽ ഇന്ത്യയിലെ സ്റ്റണ്ടിങ്ങിൻ്റെയും വേസ്റ്റിങ്ങിൻ്റെയും റേറ്റ് കുറയണം. ഇന്നും ഇന്ത്യയിലെ ഏറ്റവും പാവപ്പെട്ട സ്ഥലങ്ങളിൽ സ്റ്റണ്ടിങ് വേസ്റ്റിംഗ് റേറ്റ് വളരെ കൂടുതലാണ്. എത്ര അമ്മമാരാണ് ഇവിടെ മെറ്റേണൽ മോർട്ടാലിറ്റി നടക്കുന്നത്? അതിലൊന്നും ഒരു മാറ്റവുമില്ല. UPA സർക്കാരിൻ്റെ സമയത്ത് ചെയ്ത ചില ഇക്കണോമിക്കലായിട്ട് നമ്മൾ സാമൂഹിക രംഗത്ത് കൊണ്ടുവന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ പറയുന്ന ഉന്നമനം ഉണ്ടാകുന്ന 10 വർഷം ഇന്ത്യയിൽ സ്റ്റണ്ടിങ്ങും വേസ്റ്റിങ്ങും മാൽന്യൂട്രീഷൻ മരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അതേ നിരക്കിൽ നിൽക്കുകയാണ്. അത് മാറ്റുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ ഗ്യാസ് കൊടുത്തു എന്ന് പറഞ്ഞു. ഇവിടെ ആദിവാസി ഊരിലേക്ക് ആദ്യം ഉജ്ജ്വല പദ്ധതിയിൽ നിങ്ങൾ ഗ്യാസ് കൊടുത്തു. പാവങ്ങളെല്ലാം സന്തോഷത്തോടെ ഗ്യാസ് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഗ്യാസ് മോദിയുടെ പടമുള്ള സ്റ്റൗ കൊടുത്തു. അത് കഴിഞ്ഞു തിരുവനന്തപുരത്തുള്ള ഊരുകളിലടക്കം അതൊക്കെ അവിടെ ചുമ്മാ ഇരിക്കുക. കാരണം ഗ്യാസ് വാങ്ങിക്കണമെങ്കിൽ 1700 രൂപയാണ്. പാവപ്പെട്ടവന് വാങ്ങിക്കാൻ പറ്റുമോ? പെട്രോളിനും ഡീസലിനും 100 രൂപയാണ്, 107 രൂപ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വാങ്ങിക്കാൻ പറ്റുമോ? എന്നിട്ട് അങ്ങ് വികസിച്ചു ആൾക്കാരൊക്കെ ഹാപ്പിയാണെന്ന് പറയുകയാണ്. ഞാൻ കൃത്യമായ കണക്കുകൾ വെച്ചാണ് പറയുന്നത്. ഇന്ത്യയിലെ FDI ഇൻഫ്ലോ കുറഞ്ഞു. ഇന്ത്യയിലെ കാപ്പെക്സ് അടക്കമുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഗുണം നടക്കുന്നത് നല്ല കാര്യമാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ പ്രോഗ്രാമുകളൊക്കെ ജലജീവൻ മിഷൻ എന്ന പേര് മാറ്റിയതല്ലാതെ ഇവിടെ വീട് കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതും അല്ലെങ്കിൽ ബാക്കി ഭക്ഷ്യധാന്യം കൊടുക്കുന്നതൊക്കെ എത്രയോ കാലമായി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും ഫണ്ടമെന്റൽ റൈറ്റ്സും ഒക്കെ അനുസരിച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങളിപ്പോൾ കൊണ്ടുവന്നതാണോ? നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ഈ 10 വർഷം ഇവിടെ അസാമാന്യമായിട്ടുള്ള മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയിലെ ബജറ്റ് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളെ സമീപിക്കുന്ന രീതി. ഞാൻ ഒരു ഇടവേള എടുക്കട്ടെ, പെട്ടെന്ന് തിരികെ വരാം. ശ്രീ AM ആരിഫി, സംസ്ഥാനങ്ങൾക്ക് വികസനവും വളർച്ചയും മുന്നോട്ട് വെക്കാൻ വേണ്ടി സംസ്ഥാനങ്ങൾക്ക് 50 വർഷ കാലാവധിയിൽ ഏതാണ്ട് 75,000 കോടി രൂപയുടെ പലിശരഹിത വായ്പ നൽകുമെന്നൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് കേന്ദ്ര ബജറ്റിൽ. കേരളത്തെ പോലെയൊരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷാനിർഭരമായ ഒരു വാഗ്ദാനമല്ലേ അത്? നമുക്ക് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ പണം ആവശ്യമുണ്ട് എന്നത് ഏറ്റവും പ്രകടമായ ഒരു കാര്യമാണ്. നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനമല്ലേ അത്? മാധു, അത് നമ്മൾ ഇതിപ്പം ഈ പ്രഖ്യാപനം ഈ ബഡ്ജറ്റ് വന്നതല്ല. ഇത് കഴിഞ്ഞ ഞങ്ങളുടെ പാർലമെൻറ്റ് സെഷനിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ശ്രീമതി നിർമ്മല സീതാരാമൻ സപ്ലിമെൻ്ററി ഇതിൽ പ്രഖ്യാപിച്ചൊരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെ 50 വർഷത്തേക്കുള്ള പലിശരഹിത വായ്പയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് പ്രകാരമുള്ള വായ്പാ പരിധി ഉണ്ടല്ലോ. ഇപ്പോൾ ധനകാര്യ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള 1.92 ആണ് കേരളത്തിന്. ആ 1.92ൻ്റെ പരിധിക്കകത്ത് ഈ വായ്പയും വരും. അതായത് എത്ര വേണേലും എടുക്കാം. നമുക്കിപ്പോൾ അങ്ങനെ ധാരാളം സോഴ്സുകളുണ്ട്. ആ സോഴ്സ് ഇത് 1.92ൻ്റെ പരിധിയിൽ പെടുത്താതിരുന്നാലാണ് നമുക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ വായ്പ തരാൻ ആരും ഇല്ലാതിട്ടൊന്നുമല്ല. വായ്പ പല രൂപത്തിൽ തരാൻ തയ്യാറുണ്ട്, പല ഏജൻസികളുടെ സംവിധാനമുണ്ട്. പക്ഷേ നമ്മൾ അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് വേറെ പ്രശ്നം. അത് എടുത്തു കളയണമെന്നാണ് പ്രധാനമായും നമ്മൾ പറയുന്നത്. ഈ 1.92 എന്ന് പറയുന്ന സീലിംഗ് നമുക്ക് പ്രതികൂലമായി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ 3.9 ആയിരുന്നു. അതിലേക്ക് നമുക്ക് എത്തിയാൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പറ്റും. ഞാനിനി ബഹുമാനായ BJPയുടെ പ്രതിനിധി ശ്രീ ജയചന്ദ്രൻ, ഇത് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു അമിതമായ ഒരു ധാർഷ്ട്യം അതിൽ നിന്ന് പ്രകടമാണ്. എങ്കിൽ ഞങ്ങളിപ്പോൾ പറയുന്ന കണക്കുകളെല്ലാം തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അത് പറഞ്ഞ് അധികാരത്തിൽ വരുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അവതരിപ്പിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് ശരിയല്ല. ഞാൻ പറയുന്നത് അദ്ദേഹത്തോട് ഒരൊറ്റ ചോദ്യം, ഞാൻ ആ ചലഞ്ച് പ്രതിപക്ഷത്തിന് വേണ്ടി എടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ അതിന് മാത്രമുള്ള ശക്തിയുള്ള പാർട്ടിയുടെ പ്രതിനിധിത്വമല്ല ഞാൻ. പക്ഷേ പ്രതിപക്ഷം അത് ഏറ്റെടുക്കുമായിരുന്നു. നിങ്ങൾ ഈ വക ഫാക്റ്റുകളെ മാത്രം വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ അയോധ്യയിൽ രാമക്ഷേത്രം പറയാതിരിക്കുമോ?
നിങ്ങൾ പിന്നെ കാശ്മീരിൻ്റെ കാര്യം പറയാതിരിക്കുമോ? നിങ്ങൾ മുത്തലാഖ് ബില്ലിൻ്റെ കാര്യം പറയാതിരിക്കുമോ? നിങ്ങൾ ഈ സാമ്പത്തികമായ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതെങ്കിൽ ഓക്കെ, നിങ്ങൾ അതായിരിക്കുമോ പറയാൻ പോണത്? സാമ്പത്തികമായി ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളെയും ആസ്പദമാക്കിയാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കോട്ടിയിട്ടില്ല. നിങ്ങൾ അത് നേരെ ഡൈവേർട്ട് ചെയ്യും. ഡൈവേർട്ട് ചെയ്ത് നിങ്ങൾ വളരെ സെൻസേഷണൽ ഇഷ്യൂസിൽ കൊണ്ടുപോകും. എന്നിട്ട് അവ വെച്ചുകൊണ്ടാണ് നിങ്ങൾ കയറാൻ. അതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോഴും ഈ ബഡ്ജറ്റിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾ രാമക്ഷേത്രത്തെക്കുറിച്ചും അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, പക്ഷെ പറയുകയാണ്. അത് പറയുകയാണ്. നിങ്ങളിപ്പോൾ ജോഗ്രഫിക്കൽ ഗ്രഫിയെക്കുറിച്ച് പറഞ്ഞല്ലോ, ജനസംഖ്യയുടെ കണക്കെടുക്കുന്നതിനെ സംബന്ധിച്ച് അതിൻ്റെയൊക്കെ പിന്നിലുള്ള ദുരുദ്ദേശം സംബന്ധിച്ച് ഇപ്പോഴും ആളുകൾക്കിടയിൽ ആശങ്കകളുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഇടയിലൂടെയല്ലേ പൗരത്വ ഭേദഗതി NRC നടപ്പിലാക്കാൻ പോകുന്നു എന്ന മറിഞ്ഞാത്ത സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ സെൻസേഷണലായ ഇഷ്യൂ നിങ്ങൾ ദയവ് ചെയ്ത്, ഞാൻ അതാണ് അദ്ദേഹത്തിൻ്റെ അത് മാത്രം നമ്മുടെ ഈ സാമ്പത്തിക ഇഷ്യൂ മാത്രം കണക്കിലെടുത്തിട്ടാണോ ഇലക്ഷനിലേക്ക് പോകുന്നത്? അത് ചർച്ച ചെയ്താൽ BJP 8 നില പൊട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഞാൻ ശ്രീ ആദികേശവനോട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു.